ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ചില ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യും, എന്തിനാണ് അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിടുന്നതെന്ന്. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം. ആരെയും ഉപദേശിക്കാനോ ഒന്നും ഞാൻ ആരുമല്ല. ഇവിടെ നടക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുവൈത്തിന്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം. എല്ലാ മേഖലയിലും ശക്തമായ പരിശോധനയാണ്. എല്ലാം നിയമത്തിന്റെ വഴിയിലേക്ക് കൂടിയിട്ടാണ്. ഒരു ഉഡായിപ്പും ഇനി ഇവിടെ നടക്കത്തില്ല. മുമ്പൊക്കെ ഇവിടെ ഓൺലൈൻ ബിസിനസ്, അതുപോലെ തന്നെ മെസ്സുകൾ, അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നിയമവിരുദ്ധമായിരുന്നു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് ഉരുണ്ടു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഓൺലൈൻ ബിസിനസ്സും ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ ഗിഫ്റ്റ് സർവീസുകൾ, അതുപോലെ തന്നെ ഓൺലൈനിൽ ഷോപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർ ടിക്ടോക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ലൈവ് ഇട്ടിട്ട് മറ്റുള്ള ബിസിനസ്സുകൾ, അതുപോലെ തന്നെ മെസ്സുകൾ, അപ്പൊ ഇതൊക്കെ നല്ല നിരീക്ഷണത്തിലാണ്. അപ്പോൾ പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൈസൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഗിഫ്റ്റ് സർവീസ് ഒക്കെ എന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഗിഫ്റ്റിന്റെ ഷോപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഗിഫ്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഷോപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഓൺലൈൻ വഴി ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് സമയത്തും പിടിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഡിപ്പോർട്ടേഷനാണ്. അതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നും തന്നെയല്ല. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ ലൈസൻസ് ഒന്നും ഇല്ലെങ്കിൽ അത് ലൈസൻസ്ഡ് ആക്കുക. അപ്പോൾ ആ ഒരു വഴിക്ക് തന്നെ, നിയമത്തിന്റെ വഴിയിൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലൈസൻസ് ഇല്ലാത്ത ഒരു ബിസിനസ്സും ഓൺലൈൻ ആയെങ്കിലും ഓഫ്ലൈൻ ആയെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക. ഭയങ്കര പ്രശ്നമാണ്. പഴയ കുവൈത്തൊന്നും അല്ല. കുവൈത്ത് എല്ലാം നിയമത്തിന്റെ വഴിയിലാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. ഇനി നമുക്ക് നല്ലൊരു വീഡിയോ വരുന്നവരെല്ലാവരുടെ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.